നിങ്ങൾക്ക് കോൺസ്റ്റൻ്റ്ലി ഓവർവെൽമിംഗ് ആയിട്ട് തോന്നാറുണ്ടോ? ഇൻ എ വേ ദാറ്റ് യു ആർ അൺഎബിൾ ടു ഫോക്കസ് ഓൺ യുവർ സ്റ്റഡീസ് ഓർ യുവർ വർക്ക്. ബട്ട് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണത് സോഷ്യൽ മീഡിയയിലും. ഇങ്ങനത്തെ ഒരു പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം യുവർ പ്രോബ്ലം ഇസ് ഇൻ ലാക്കിംഗ് ഫോക്കസ്. ബട്ട് ഡോണ്ട് വറി, ഐ ഹാവ് കം വിത്ത് എ സൊല്യൂഷൻ. വാട്ട് ഇഫ് ഐ ടോൾഡ് യു നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടെങ്കിൽ? യെസ്, ദി ആൻസർ ഇസ് ഇൻ യുവർ റൂം. ഒരു ജാപ്പനീസ് ബുക്കുണ്ട്, ദ റീസൺ വൈ യു കാൺ ഫോക്കസ് ഇസ് യുവർ റൂം. അതിൻ്റെ അകത്ത് സയൻസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, വൈ എ ടൈഡി റൂം ക്യാൻ ഇംപ്രൂവ് യുവർ ഫോക്കസ്. അതിൻ്റെ അകത്തുള്ള ലേണിങ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു ചേഞ്ച് യുവർ ലൈഫ്. നമുക്ക് ആദ്യം തന്നെ ഒരു എക്സസൈസ് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് നിങ്ങളുടെ വർക്ക് സ്പേസിൻ്റെ ഒരു ടോപ്പ് വ്യൂ ഫോട്ടോ എടുക്കുക. ഇത് ചെയ്യണതിൻ്റെ കാരണം ഒരു ബേർഡ്സ് ഐ വ്യൂ അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവ് കൂടെ കാണാനാണ് എന്തൊക്കെ അൺനെസസറി ഐറ്റംസ് ആണ് നമ്മുടെ ടേബിളിൽ ഇരിക്കണതെന്ന് വൈൽ വി ആർ വർക്കിംഗ് ഓർ ഫോക്കസിങ് ഓൺ സംതിങ് ദാറ്റ് വി വോണ്ട് ടു ഡു. ഫോട്ടോ എടുത്തല്ലോ, ഇനി ചെയ്യേണ്ടത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എല്ലാം നമ്മുടെ വർക്ക് സ്പേസിന് എലിമിനേറ്റ് ചെയ്യണം. കാരണം റിസർച്ച് പ്രൂവ് ചെയ്യണത് നമുക്ക് ഇൻക്രീസ്ഡ് ആയിട്ടുള്ള അൺവാണ്ടഡ് ഐറ്റംസ് നമ്മുടെ വർക്ക് സ്പേസിലുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഇൻക്രീസ് അവർ സ്ട്രെസ് ആൻഡ് റെഡ്യൂസ് അവർ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഫോക്കസ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എലമെൻറ്റ്സ് മാത്രം ടേബിളിൽ വെച്ചാൽ മതി. റിമൂവ് അൺനെസസറി ഐറ്റംസ് ഫ്രം യുവർ വർക്ക് സ്പേസ്. സയൻറ്റിഫിക്കലി പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടംമാതിരി അൺവാണ്ടഡ് ഐറ്റംസ് നമ്മുടെ വർക്ക് സ്പേസിലുണ്ടെങ്കിൽ നമ്മുടെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടി അതും കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ യു വോണ്ട് ടു എലിമിനേറ്റ് ദാറ്റ് സോ ദാറ്റ് യു ക്യാൻ ഫോക്കസ് ഓൺ യുവർ ടാസ്ക് അറ്റ് ഹാൻഡ്. ആവശ്യമുള്ള വർക്ക് സ്പേസ് ഐറ്റംസ്, ബുക്സ്, ലാപ്ടോപ്സ് ആൻഡ് എ ക്ലീൻ എൻവയൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സൂക്ഷിക്കുക. നെക്സ്റ്റ് ലേണിംഗ് ഇസ് അവോയ്ഡ് മൾട്ടി ടാസ്കിങ്. ഒരാളുടെ എഫിഷ്യൻസി 40% ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നതാണ് റിസർച്ച് ഷോ ചെയ്യണത് ഇഫ് യു മൾട്ടി ടാസ്ക്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വർക്കിൽ ഇൻഡൾജഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലൊരു നോട്ടിഫിക്കേഷൻ അടിച്ചെങ്കിൽ നിങ്ങളത് നോക്കാൻ പോകത്തില്ലേ? അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ സ്ക്രോളിങ്ങിലേക്ക് കയറുവാണെങ്കിൽ എത്ര നേരം കഴിഞ്ഞിട്ടാണ് തിരിച്ച് ആ വർക്കിലേക്ക് ചെല്ലണത്? ആ ഒരു പേഴ്സ്പെക്റ്റീവ് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദാറ്റ് മൾട്ടി ടാസ്കിങ് ഇസ് വെരി ബാഡ് ആൻഡ് ഇറ്റ് റെഡ്യൂസസ് അവർ ഫോക്കസ്. സോ ദ സൊല്യൂഷൻ ടു ദിസ് ഇസ് അറ്റ് എ ടൈം നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ നിങ്ങൾ എന്താണോ യൂസ് ചെയ്യാൻ പോണ ആ എലിമെൻറ്റ്സ് മാത്രം കീപ്പ് ചെയ്യുക. നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യാൻ പോണ കാര്യങ്ങളെല്ലാം മാറ്റി വെക്കുക. അനദർ പോയിന്റ് ഇസ് എല്ലാ ടാസ്കും കമ്പാർട്ട്മെന്റലൈസ് ചെയ്യാൻ നോക്കുക. എല്ലാ ടാസ്കും ഓരോരോ ലൊക്കേഷനിൽ ഇരുന്ന് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അത്ര എഫിഷ്യൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഓഫ് കമ്പാർട്ട്മെന്റലൈസിങ് ടാസ്ക് പറയുവാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനുണ്ടെന്ന് ഓർത്തോ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള പ്ലാൻ എഴുതേണ്ടത് നിങ്ങളുടെ ഡൈനിങ് ഹാളിലായിരിക്കണം. നിങ്ങൾക്കിപ്പോൾ ഒരു ബുക്ക് വായിക്കാനുണ്ടെങ്കിൽ ചൂസ് ടു റീഡ് ദ ബുക്ക് ഔട്ട്സൈഡ്. ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ കം ബാക്ക് ടു യുവർ സ്റ്റേഷൻ ആൻഡ് വർക്ക്. വാട്ട് ദാറ്റ് ഡസ് ഇസ് നിങ്ങൾ ടാസ്ക് കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ് റെഡ്യൂസ് ആവും, ഫോക്കസ് ഇൻക്രീസും ചെയ്യും. നിങ്ങൾ എപ്പോഴും ഒരേ ലൊക്കേഷനിൽ ഇരുന്നിട്ടാണ് നിങ്ങളുടെ സ്റ്റഡീസും വർക്കൊക്കെ ചെയ്യണമെങ്കിൽ കൺസിഡർ ചേഞ്ചിങ് യുവർ വർക്കിംഗ് ലൊക്കേഷൻ. ഈ ഒരു മെത്തേഡ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യും, ബോർഡും ഡിക്രീസ് ചെയ്യും. റിമോട്ട് വർക്ക് അല്ലെങ്കിൽ പിന്നെ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് ലോൺലിനെസ്, സെക്ലൂഷൻ അല്ലെങ്കിൽ പിന്നെ ഒരു സെൻസ് ഓഫ് ബോർഡം. ആ ഒരു പ്രോബ്ലം ടാക്കിൾ ചെയ്യാൻ വേണ്ടി യു ക്യാൻ കൺസിഡർ വർക്കിംഗ് ഇൻ കോ വർക്കിംഗ് സ്പേസസ്, കഫേസ് ഓർ വെയർ എവർ യു ലൈക്ക്. യു ക്യാൻ മേക്ക് യുവർ നെക്സ്റ്റ് ഡേ ഓഫ് വർക്ക് ബെറ്റർ. എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കറണ്ട് ഡേയിൽ വർക്ക് ചെയ്ത് തീർത്തതിന് ശേഷം അലോക്കേറ്റ് ദ ലാസ്റ്റ് 5 minutes ഓഫ് യുവർ കറണ്ട് ഡേ ടു ക്ലിയർ യുവർ വർക്ക് സ്പേസ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ദിവസത്തേന് ഒരു ഫ്രഷ് സീനറി അല്ലെങ്കിൽ പിന്നെ ഒരു ഫ്രഷ്നെസ്സും കൊണ്ടായിരിക്കും നിങ്ങൾ വർക്കിന് കയറാൻ നിൽക്കണേ. തലേ ദിവസത്തെ ക്ലട്ടറും റബ്ബിഷും എല്ലാം ടേബിളിരുന്ന് ബുദ്ധിമുട്ടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു സെൻസ് ഓഫ് കഷ്ടപ്പെട്ട് തുടങ്ങണമെന്നുള്ള രീതിയിലായിരിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ വർക്ക് സ്റ്റേഷൻ എല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ യു വിൽ ഫീൽ ഫ്രഷ് ആൻഡ് യു വിൽ ബി ഏബിൾ ടു ഫോക്കസ് ആൻഡ് ഇൻക്രീസ് യുവർ പ്രൊഡക്ടിവിറ്റി സോ മച്ച് ഹയർ. നിങ്ങളുടെ വർക്ക് സ്റ്റേഷൻ്റെ ഡെസ്ക് പൊസിഷന് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് ടു ഇൻക്രീസ് യുവർ ഫോക്കസ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡെസ്ക് പൊസിഷൻ ഷുഡ് ബി ഇൻ എ കോർണർ ഓഫ് ദ റൂം ആൻഡ് ഇറ്റ് ഷുഡ് അലൗ സൺലൈറ്റ്. ഈ പറഞ്ഞ രണ്ട് പോയിന്റിനും അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട്. ഒരു ഡെസ്ക് അല്ലെങ്കിൽ പിന്നെ വർക്ക് സ്റ്റേഷൻ ഒരു റൂമിൻ്റെ കോർണറിൽ പ്ലേസ് ചെയ്യുമ്പോൾ യു ആർ അവോയ്ഡിങ് ഡിസ്ട്രാക്ഷൻസ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ റൂം. ആൻഡ് നിങ്ങൾ വർക്ക് സ്റ്റേഷനിൽ സൺലൈറ്റ് അലൗ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഇൻക്രീസ് യുവർ എഫിഷ്യൻസി. റിസർച്ച് പ്രൂവൺ ആണ് വർക്കേഴ്സ് എക്സ്പോസ്ഡ് ടു നാച്ചുറൽ ലൈറ്റ് ഹാസ് ബെറ്റർ സ്ലീപ്പ് ക്വാളിറ്റി. അനദർ സ്റ്റഡി സേസ് ദാറ്റ് നാച്ചുറൽ ലൈറ്റ് അലൗ ചെയ്യണ വർക്കേഴ്സിന് ഐ സ്ട്രെയിൻ 51% വരെ റിഡ്യൂസും ചെയ്യാം. ആൻഡ് ഫൈനലി, നിങ്ങൾ ഇത്രയും ടിപ്സ് ഫോളോ ചെയ്യുവാണെങ്കിൽ you will be able to find that you have increased your focus and productivity.
ഐ നോ ഇറ്റ്സ് ഹാർഡ് ടു ബിലീവ്, പക്ഷേ വർക്ക് സ്പേസ് ഒപ്റ്റിമൈസ് ചെയ്യണതിൻ്റെ ഒപ്പം നമ്മുടെ ഓവറോൾ വെൽബീയിങ്ങും ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഹ്യൂമൻസിന് എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ള വിഷ്വൽസ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പോൾ ഒരു അടിപൊളി ഡ്രോയിങ് കണ്ടെങ്കിൽ നമ്മളത് അഡോർ ചെയ്യത്തില്ലേ? മെസ്സി ഫുട്ബോൾ കളിക്കുന്ന കാണുവാണെങ്കിൽ നമുക്കത് എസ്തെറ്റിക്കലി പ്ലീസിങ് വിഷ്വലായിട്ട് തോന്നാറില്ലേ? അതേ സമയത്ത് നല്ല വൃത്തിയായിട്ട് മെനയായിട്ടൊരു സ്ഥലം ഇരിക്കുവാണെങ്കിൽ നമുക്കൊരു പ്ലസൻറ്റ് ഫീലിംഗ് തോന്നാറില്ലേ? അത്രേ ഉള്ളൂ. സോ നമ്മുടെ എൻവയൺമെൻറ്റിലും നമ്മുടെ വർക്ക് സ്റ്റേഷനിലും നമുക്ക് അതേ വിഷ്വാലിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫും ഫോക്കസും എഫിഷ്യൻസിയും കോൺസെൻട്രേഷനും എല്ലാം ഇൻക്രീസ് ആവും. സോ ഞാൻ ഈ ടിപ്സ് ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു. എൻ്റെ ഒപ്പം കൂടുമല്ലേ? പിന്നെ ഞാൻ എൻ്റെ റൂം ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നൗ ഇറ്റ്സ് യുവർ ടേൺ. ആൻഡ് ഓൾസോ ബിഫോർ യു ഗോ, പ്ലീസ് ബി ഷുവർ ടു ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ so that you don't miss out on more useful videos like this. Catch you next time. Bye.